ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ട്രെൻഡി ആയിട്ടുള്ള നെക്ക് ഡിസൈനാണ്. നിറയെ ബീഡ്സൊക്കെ വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. ഇനി നമുക്കിതിൽ നെക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്നൊന്ന് നോക്കാം. അപ്പം ഞാൻ ഇതിൽ നെക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത് നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. അതായത് ബോട്ട് നെക്കാണ് ഇതിന് നല്ലത്. അപ്പോൾ അതിന് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതൊന്ന് മെഷർ ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട്, അതായത് ആ നെക്കിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഓരോ ഇഞ്ച് അകലത്തിൽ അടുത്തൊരു ലൈൻ ഇതേപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നെക്ക് മെഷർ ചെയ്ത് വെച്ച് അതിൻ്റെ കുറച്ചുകൂടെ സൈസിൽ നമുക്ക് കിട്ടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു 2 സെൻറ്റിമീറ്റർ അടുത്ത ഒരു ലൈൻ വരയ്ക്കുക. 2 സെൻറ്റിമീറ്റർ വീതിയിൽ അടുത്ത ഒരു ലൈന്. ഇനി വീണ്ടും 1 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ഗ്യാപ്പ് കൂടെ കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആ ഒരു ഡിസൈൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ തുണിയിൽ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നെക്ക് കറക്റ്റ് മെഷർ ചെയ്ത് വെച്ചതൊന്നുമല്ല, അത് ജസ്റ്റ് ഒന്ന് റഫായിട്ട് ചെയ്തതാണ്. ഇത് ജസ്റ്റ് ട്യൂട്ടോറിയലാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ബാക്കി ഞാൻ നേരത്തെ പേപ്പറിൽ കാണിച്ച പോലെ കറക്റ്റ് അളവെടുത്തിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ ഒരു മുത്താണ്. ഇത് റൗണ്ട് ഷേപ്പ് അല്ല, ഒരു കോൺ ഷേപ്പ്, അങ്ങനെയൊക്കെ പറയാം. അതുപോലത്തെ ഒരു മുത്താണ് എടുത്തിട്ടുള്ളത്. ചെറിയ സൈസാണേ. കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഷുഗർ ബീഡ്, ഗോൾഡൻ കളറ്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ സ്റ്റോൺ. ഇത് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ ഞാനൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിത് തുന്നി കൊടുക്കാനായിട്ട് സാധാ സൂചി നൂലും വേണം. അപ്പം നമ്മൾ ഈ 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടില്ലേ, അതിലാണ് ഈ ഒരു സ്റ്റോണ് തുന്നി കൊടുക്കുന്നത്, അതിൻ്റെ സെൻറ്ററിലായിട്ട്. അപ്പോൾ അതിന് തുന്നാനായിട്ട് 2 ഹോളുണ്ട്. 2 ഭാഗത്തും ഓരോ ഹോൾസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാ സൂചി നൂലും തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാ മുത്തൊക്കെ തുന്നാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സൂചി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ 2 ഭാഗത്തും നമ്മൾ തുന്നി കൊടുത്തിട്ട് കറക്റ്റായിട്ട് ആ തുണിയിൽ അത് നന്നായിട്ട് ഉറച്ചിരിക്കണം. ഇനി ഈ ഒരു സ്റ്റോണിൻ്റെ ചുറ്റിലുമായിട്ട് ഷുഗർ ബീഡ്സ് തുന്നി കൊടുക്കുകയാണ്. സാധാ തുന്നുന്ന പോലെ തന്നെ നമ്മൾ നൂല് വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ്. അതിൻ്റെ റൗണ്ടിൽ വരുന്ന പോലെ തുന്നണം. അപ്പോൾ കണ്ട ഇങ്ങനെ സ്റ്റോണിൻ്റെ ചുറ്റിലും ഈ ഷുഗർ ബീഡ് ഞാൻ തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ പുറമേ ആയിട്ട് ആ ഒരു ഗ്യാപ്പിൽ, അതായത് ഇപ്പോൾ ഗ്യാപ്പുകളില്ല, അതിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ഗോൾഡൻ ബീഡ്സ് തുന്നി കൊടുക്കുകയാണ്. ഈ ഒരു ബീഡ്സ് തുന്നി കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഇവിടെ ഞാനിങ്ങനെ പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ഇതേപോലെ ഈ ഒരു സ്റ്റോൺ നമുക്ക് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഇവിടെ ഇപ്പോൾ ആദ്യത്തെ ആ ലൈനിൻ്റെ നേരെയായിട്ട് ഈ ഒരു ലൈനിലും നമ്മളിങ്ങനെ ഈ സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 2 സ്റ്റോണുകളുടെ ഇടയിലുള്ള ഗ്യാപ്പുകളുണ്ടല്ലോ, ആ ഗ്യാപ്പിൽ നേരത്തെ കാണിച്ച ആ ഒരു ഗോൾഡൻ ബീഡ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ തുന്നി കൊടുക്കുകയാണ്. ഒരുപാട് ഗ്യാപ്പ് വിടാണ്ട് അടുത്തടുത്തായിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കുക. അങ്ങനെ മുഴുവനായിട്ട് 2 ലൈനിലും നമ്മൾ സ്റ്റോണൊക്കെ വെച്ചിട്ട്
തുന്നി കൊടുത്താൽ മതി. കണ്ട ഇപ്പോൾ ഈ ഒരു സ്റ്റോണിൻ്റെ ചുറ്റിലുമായിട്ട് ഞാൻ ഇതേപോലെ ഈ ഒരു ചെറിയ ബീഡ് തുന്നി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ലൈനിലും അതേപോലെ തന്നെ രണ്ടാമത്തെ ഈ ഒരു ലൈനിലും, അതായത് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള രണ്ടാമത്തെ ആ ഒരു ലൈനിലും ഇതേപോലെ സ്റ്റോൺ വെച്ചിട്ട് ബീഡ്സ് തുന്നി കൊടുക്കുക. നമ്മുടെ കംപ്ലീറ്റഡ് ലുക്ക് നല്ല സ്റ്റൈലിഷ് ആൻഡ് എലഗൻറ്റ് ലുക്കാണിത്. ഒരു ഡിസൈനർ വെയർ, പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ഈ 2 ലൈനിലും സ്റ്റോൺസ് കൊടുത്തിട്ടുള്ളത് ഒരേ ലൈനിൽ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്ന ആ ഒരു ഗ്യാപ്പിൽ ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ ഒരു ഗ്രീൻ കളർ ഷോൾ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ. ഇതൊരു സിൽക്ക് മെറ്റീരിയൽ ചെയ്യുന്നതായിരിക്കും നല്ല ഭംഗി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ഡിസൈന്. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിലും കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ എന്തായാലും അറിയിക്കണം. താങ്ക്